കരിനിലം മുരിക്കുംവേൽ പശ്ചിമ കോസടി റോഡ് മണ്ഡലകാലത്തിന് മുൻപ് യാത്രായോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മല അരയ മഹാസഭ സമരം ശക്തമാക്കുമെന്ന് സഭാ ജനറൽ സെക്രട്ടറി പി.കെ. സജീവ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 12-ാം തീയതി ശനിയാഴ്ച രാവിലെ 10-ന് നൂറുകണക്കിന് ആളുകൾ തകർന്നടിഞ്ഞ റോഡിലൂടെ കോസടിയിൽ നിന്ന് കാൽനടയായി 10 കിലോമീറ്റർ സഞ്ചരിച്ച് കരിനിലത്തെത്തി സമര പ്രഖ്യാപനം നടത്തും. റോഡിന്റെ ശാപമോക്ഷത്തിനും അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുന്നതിനുമായി കാൽനടയായി പുറപ്പെടുന്ന സംഘത്തിന് പാതയോരത്തെ നിരവധി മഹാക്ഷേത്രങ്ങൾ ദീപം പകർന്ന് പിന്തുണയേകും. റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതുവരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി സഭ മുന്നോട്ടു പോകും. സഭയുടെ 41 നേതാക്കൾ നേതൃത്വം നൽകുന്ന പ്രയാണത്തിന് നൂറുകണക്കിന് സമുദായാംഗങ്ങൾ ഭജനയും പ്രാർത്ഥനയും ശരണമന്ത്രങ്ങളുമായി പ്രയാണത്തിൽ അണിചേരും. പാതയുടെ ആധ്യാത്മിക പ്രാധാന്യം മുൻനിർത്തിയാണ് ശബരിമല മണ്ഡലകാലത്തിന് മുൻപ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. നമ്മുടെ കരിനിലത്തുനിന്ന് മുരിക്കുംവയൽ വഴി പശ്ചിമ കൂടി കോസടിയിലെത്തി കോരുത്തോട്ടിലും കുഴിമാവിലുമായി എത്തുന്ന അതിപ്രാചീനമായിട്ടുള്ള പാതയുമായിരുന്ന പിന്നീട് ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ റോഡിൻ്റെ നിർമ്മാണം എത്രയും വേഗം പുനരാരംഭിക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് മലയര മഹാസഭയുടെ ആവശ്യം. റോഡ് നിർമ്മാണത്തിന് ശേഷം ഇക്കാലം അത്രയുമായിട്ട് അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. 10,000-കണക്കിന് ആളുകൾ അധിവസിക്കുന്ന പ്രദേശമാണ് മുരിക്കുംവയൽ, പശ്ചിമ കോസടി, അതേപോലെ തന്നെ കോരുത്തോട് കുഴിമാവ് ഏരിയ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ റോഡിൻ്റെ കാര്യത്തിൽ ഭരണാധിപന്മാർ വളരെ കുറ്റകരമായിട്ടുള്ള അലംഭാവമാണ് കാണിക്കുന്നത്. പ്രദേശത്തു നിന്നുള്ള ജനങ്ങൾ നിരവധി തവണ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും വിവരങ്ങൾ അറിയിച്ചെങ്കിലും അതിലൊന്നും ഇടപെടുവാനുള്ള മനസ്സ് ഭരണാധികാരികളെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായിട്ടുള്ള മലയര മഹാസഭ ഈ റോഡിൻ്റെ പുനർനിർമ്മാണത്തിനു വേണ്ടി അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കിടക്കുകയാണ്. വരുന്ന ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കോസടിയിൽ നിന്ന് കാൽനട പ്രയാണം ആരംഭിക്കുകയാണ്. നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ തകർന്നു കിടക്കുന്ന ആ റോഡിലൂടെ 10 കിലോമീറ്റർ പിന്നിട്ട് കരിനിലത്ത് സമാപിച്ച് സമരപ്രഖ്യാപനം അന്ന് നടത്തും. ഇതിന് മുന്നോടിയായി ഇന്നലെ എല്ലാ ബ്രാഞ്ച് തലങ്ങളിലും സമരജ്വാല തെളിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള കൂടിയുള്ള പ്രവർത്തകർ ഈ പ്രയാണത്തിൽ പങ്കെടുക്കുകയാണ്. ഈ റോഡിന് വലിയ പ്രാധാന്യമുണ്ട്. അത് അവിടുത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തെയും അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെയും അതുപോലെ അവിടുത്തെ വാണിജ്യ വ്യവസ്ഥകളെയും വ്യവസായങ്ങളെയും ഒക്കെ വലിയ പങ്ക് വഹിക്കുന്ന ആ പ്രദേശത്തിൻ്റെ നട്ടെല്ലാണ് ഈ റോഡ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ശബരിമലയുമായി ഈ റോഡിന് അഭേദ്യമായ ബന്ധമുണ്ട്. ഞങ്ങൾ പശ്ചിമ ദേവീക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നടത്തിയ ഗവേഷണങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രാചീനതയുള്ള ഒരു ക്ഷേത്രമാണ് പശ്ചിമ ദേവീക്ഷേത്രം എന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പഴയ കല്ലറകളുണ്ട്, അതേപോലെ തന്നെ അവിടെ ധാന്യങ്ങൾ പൊടിക്കുന്ന കല്ലുകളുണ്ട്, പഴയ ക്ഷേത്രക്കുളങ്ങളുണ്ട്. ഇതെല്ലാം അതിപ്രാചീനത ഉള്ള ഒരു അമ്പലമാണ് പശ്ചിമ ദേവീക്ഷേത്രം. ആ ദേവീക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കൂടെ തന്നെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. അതുമാത്രമല്ല, മുരിക്കുംവയൽ മഹാവിഷ്ണു ക്ഷേത്രം, മുരിക്കുംവയലിൽ തന്നെയുള്ള ഗുരുമന്ദിരം, അതേപോലെ തന്നെ കോസടിയിലെത്തുമ്പോൾ കോസടി അയ്യപ്പ ക്ഷേത്രം, കോസടിയിലെ ഗുരുമന്ദിരം, കോരുത്തോട് അയ്യപ്പ ക്ഷേത്രം, കോരുത്തോട് ഗുരുമന്ദിരം, കോരുത്തോട് CKMHS ഹയർ സെക്കൻഡറി സ്കൂള്, മുരിക്കുംവയലിലാണെങ്കിൽ ശ്രീ ശബരീഷ കോളേജ്, ഇതെല്ലാമായിട്ട് ഈ റോഡ് കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് ആധ്യാത്മികതയുടെ വലിയ പാത കൂടിയാണ് ഈ റോഡ്. പക്ഷേ വിശ്വാസ വിരുദ്ധമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്കെതിരായിട്ടുള്ള വെല്ലുവിളിയാണ് ഇവർ നടത്തുന്നതെന്നുള്ളത് മലയര മഹാസഭയ്ക്ക് സംശയമുണ്ട്. കാരണം ഈ ആരാധനാലയങ്ങളിലേക്ക് ജനങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു പാത അവിടെ അനിവാര്യമാണ്, റോഡ് അവിടെ അനിവാര്യമാണ്.
പക്ഷേ അതിലേക്ക് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് മലയരയ മഹാസഭ ആവശ്യപ്പെടുന്നത് മണ്ഡലകാലം സമാഗതമായിരിക്കുകയാണ്. 1.5 മാസങ്ങൾക്ക് ശേഷം വൃശ്ചികം ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായി ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണമെന്നുള്ളതാണ്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമേറിയ റോഡാണിത്. അതിപ്രാചീനമായതും മല അരയ സമുദായത്തിന്റെ ഉടമസ്ഥതയിൽ ഇരുന്നതും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ളതുമായ പശ്ചിമദേവി ക്ഷേത്രം, മുരിക്കുംവേൽ മഹാവിഷ്ണു ക്ഷേത്രം, ഗുരുമന്ദിരം, കോസടി ശ്രീ അയ്യപ്പ ക്ഷേത്രം, ഗുരുമന്ദിരം, കോരുത്തോട് അയ്യപ്പ ക്ഷേത്രം, ഗുരുമന്ദിരം എന്നീ പ്രശസ്ത ആരാധനാലയങ്ങളൊക്കെ ഈ പാതയോരത്താണ്. അനേകം അയ്യപ്പ ഭക്തർ കടന്നുപോയിരുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തത് വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ്. 10 കിലോമീറ്റർ വരുന്ന റോഡ് താറുമാറായിട്ട് 5 വർഷം പിന്നിട്ടു. അറ്റകുറ്റപ്പണികൾക്കായി 1,26 ലക്ഷം രൂപ അനുവദിച്ച് നാളിതുവരെയായിട്ടും പണികൾ ആരംഭിച്ചിട്ടില്ല. ഇതിനോടകം 3 കോൺട്രാക്ടർമാർ മാറി മാറി വന്നെങ്കിലും ആരും തന്നെ പണികൾ പൂർത്തിയാക്കിയില്ല. ഒരു കോൺട്രാക്ടർ ലക്ഷങ്ങൾ കൈപ്പറ്റുകയും പിന്നീട് വർക്കിൽ നിന്ന് ഒഴിവാകുകയും മറ്റൊരാൾ പാപ്പരായി കാണിച്ച് പിന്മാറുകയും ചെയ്തു. ഇതോടെ റോഡിന്റെ അവസ്ഥ പരിതാപകരമായി. റോഡിന്റെ ഇരുവശങ്ങളിലുമായി 10,000-ലേറെ ആളുകളാണ് താമസിക്കുന്നത്. ഇതിൽ 5,000 പേരും പട്ടികവർഗ വിഭാഗത്തിൽ മല അരയ സമുദായാംഗങ്ങളാണ്. പട്ടികജാതി, പിന്നോക്ക, ഇതര ജനവിഭാഗങ്ങളായ അനേകായിരം ആളുകൾ വേറെയുമുണ്ട്. മുണ്ടക്കയം, എരുമേലി പട്ടണങ്ങളിൽ എത്താൻ സഹായകമായ പാത കൂടിയാണിത്. റോഡിലൂടെ യാത്ര ചെയ്യുക അസാധ്യമായതിനാൽ ബസ്സുകൾ, സ്കൂൾ വാഹനങ്ങൾ എന്നിവ നാളുകളായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതോടെ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളുടെ യാത്രയും ദുരിതത്തിലായി. ആശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് എത്തിച്ചേരാനും കാർഷിക മേഖലയായ ഇവിടുത്തെ ജനങ്ങൾക്ക് കാർഷിക വിളകൾ വിപണനം ചെയ്യുവാനും ഈ റോഡല്ലാതെ മറ്റൊരാശ്രയമില്ല. അതുകൊണ്ട് തന്നെ അധികാരികൾ അടിയന്തരമായി കണ്ണു തുറക്കണമെന്നും സഭ ആവശ്യപ്പെട്ടു. MP-ക്ക് ഫണ്ടുണ്ട്, കേന്ദ്ര മന്ത്രിമാർക്ക് ഫണ്ട് കൊടുക്കാം, കേന്ദ്ര ഗവൺമെൻറ്റിന് ഫണ്ട് കൊടുക്കാം. ഇത് മാത്രമല്ല, ശബരിമലയുടെ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ധാരാളമായിട്ടുള്ള പദ്ധതികളുണ്ട്. ഇതിനെ ഏകോപിപ്പിക്കുവാനും കോർഡിനേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു പരാജയം. ഫണ്ട് ധാരാളമായിട്ടുണ്ട്. കേവലം 5 കോടി രൂപയുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ പുനർനിർമ്മാണം യാഥാർത്ഥ്യമാക്കുവാൻ കഴിയും. പക്ഷേ ആ പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങൾ ശുദ്ധപാവങ്ങളാണ്. അവർക്ക് രാഷ്ട്രീയത്തിൽ വലിയ ബലമില്ല, ഭരണത്തിൽ വലിയ പങ്കാളിത്തമില്ല. ഇങ്ങനെയൊക്കെ വരുന്നതിൻ്റെ പ്രശ്നമാണ് അവിടെ കാണുന്നത്. വാർത്താ സമ്മേളനത്തിൽ ട്രഷറർ MP രാജൻ, കമ്മിറ്റി അംഗങ്ങളായ ഉദയൻ മേനോത്ത്, KD വിജയൻ, വനിതാ നേതാക്കളായ തങ്കമ്മ കോച്ചേരിൽ, ജയന്തി ഗംഗാധരൻ എന്നിവരും പങ്കെടുത്തു.